വിമാനത്താവളത്തിൻ്റെ തൊട്ടടുത്ത നഗരമായ മട്ടന്നൂർ ജംഗ്ഷൻ നവീകരണത്തിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയെന്ന് അങ്ങനോട് പറഞ്ഞിരുന്നു. പക്ഷേ അതിൻ്റെ ലിസ്റ്റ് ഇറങ്ങിയപ്പോൾ മട്ടന്നൂരിൻ്റെ പേരതിൽ കാണുന്നില്ല സർ. എല്ലാ റോഡുകളും റോമിലേക്കെന്ന് പറഞ്ഞതുപോലെ ഈ 6 റോഡുകളും വരുന്നത് മട്ടന്നൂരേക്കാണ്. ഈ പ്രദേശത്ത് ആരംഭിച്ചിട്ടില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് പിന്നീട് ഉണ്ടാവുക. എം.പി. ഗോവിന്ദൻ മാസ്റ്റർ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീമതി കെ ശൈലജ ടീച്ചർ ചോദ്യം ടേബിൾ ചെയ്തു. സർ 2 വർഷത്തിനുള്ളിൽ കേരളത്തിലെ റോഡുകളെല്ലാം അതിമനോഹരമായിട്ട് മാറും എന്നുള്ളതിൽ അങ്ങേ പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു. ഈ കൂട്ടത്തിൽ സർ വിമാനത്താവളത്തിൻ്റെ തൊട്ടടുത്ത നഗരമായ മട്ടന്നൂർ ജംഗ്ഷൻ നവീകരണത്തിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയെന്ന് അങ്ങനോട് പറഞ്ഞിരുന്നു. പക്ഷേ അതിൻ്റെ ലിസ്റ്റ് ഇറങ്ങിയപ്പോൾ മട്ടന്നൂരിൻ്റെ പേരതിൽ കാണുന്നില്ല സർ. ആ ടൗണിൽ 3 ജംഗ്ഷനിൽ വളരെ ബോട്ടിൽ നെക്ക് പോലെ കിടക്കുന്ന സ്ഥലങ്ങളാണ്. ഇപ്പോൾ തന്നെ ട്രാഫിക് പ്രശ്നം ഉണ്ടാവുകയാണ്. ഈ ജംഗ്ഷൻ നവീകരിക്കുന്നതിനും ഈ റോഡുകൾ മനോഹരമാകുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ മട്ടന്നൂർ ടൗൺ കൂടി അതിൻ്റെ മനോഹരമായും സൗകര്യപ്രദമായും മാറ്റുന്നതിന് അങ്ങ് നടപടി സ്വീകരിക്കുമോ? യെസ് മിനിസ്റ്റർ. സാർ, അത് പ്രധാനപ്പെട്ട വിഷയമാണ്. എയർപോർട്ടിൻ്റെ തൊട്ടടുത്തുള്ള ജംഗ്ഷൻ്റെ നവീകരണം പ്രധാനമാണ്. ഇപ്പോൾ ഇറങ്ങിയ ലിസ്റ്റ് ആദ്യത്തെ ഘട്ടമാണ്. അടുത്തതിൽ എന്തായാലും മട്ടന്നൂർ ജംഗ്ഷൻ കൂടി ഉണ്ടാകുന്നൊരു സ്ഥിതി ഉണ്ടാവും. റോഡുകളും പൊതുവെ എയർപോർട്ടുമായി ബന്ധപ്പെട്ടുള്ള റോഡുകൾ എന്നുള്ളതിൽ പ്രത്യേക പദ്ധതിയുണ്ട്. അത് കോഴിക്കോട് ജില്ലയിൽ നിന്നും വരാൻ വേണ്ടി സൗകര്യമാകുന്ന നിലയിൽ കാസർഗോഡിലും നിന്ന് വരുന്നവർക്ക് എത്താൻ പാകത്താൽ ആക്കുന്ന നിലയിലാണ് പദ്ധതി. നമുക്ക് നടപ്പിലാക്കി മുന്നോട്ട് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ, അങ്ങ് എയർപോർട്ട് റോഡുകളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. 6 എയർപോർട്ട് റോഡുകളുടെ നിർമ്മാണം അതിൻ്റെ ലാൻഡ് അക്വിസിഷൻ നടപടി പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിയന്തര നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഈ റോഡുകൾ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ റോഡുകളും റോമിലേക്കെന്ന് പറഞ്ഞതുപോലെ ഈ 6 റോഡുകളും വരുന്നത് മട്ടന്നൂരേക്കാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള നടപടിക്രമങ്ങൾ നേരത്തെ ഈ പ്രദേശത്ത് ആരംഭിച്ചിട്ടില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് പിന്നീട് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ എയർപോർട്ട് റോഡുകൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുന്നതിനും അതിനാവശ്യമായിട്ടുള്ള ലാൻഡ് അക്വിസിഷനും മറ്റും മട്ടന്നൂർ മേഖലയിലും അടിയന്തരമായി പൂർത്തിയാക്കുന്നതിനും നടപടി സ്വീകരിക്കുമോ? സാർ, തീർച്ചയായിട്ടും ഇത് പരിശോധിക്കേണ്ട വിഷയമാണ്. നമ്മൾ റോഡുകൾ ഉണ്ടാക്കുമ്പോൾ ഇനിയുള്ള കാലത്ത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന പ്രശ്നം നമ്മളിന്ന് നേരിടുന്ന, നമ്മളെല്ലാവരും ചർച്ച ചെയ്യുന്ന വിഷയമാണ്. നമ്മൾ കുടിവെള്ള പ്രശ്നം, വൈദ്യുതി ലൈൻ, അതുപോലെ മറ്റ് ആവശ്യങ്ങൾക്ക് റോഡ് കയറി മുറിക്കുന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ റോഡുകൾ എന്ന് പറഞ്ഞാൽ പണ്ട് കാളവണ്ടി പോകുന്ന കാലത്ത് ഉള്ള വഴികളാണ് പിന്നെ റോഡായി മാറിയത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന പ്രശ്നം പിന്നീട് റോഡുകളുടെ നടുവിലൂടെയുള്ള പൈപ്പ് റോഡ് വീതി കിട്ടുമ്പോൾ കൂടുതൽ നടുവിലേക്കാവുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ക്രോസ് ഡക്റ്റുകളും അതുപോലെ ഡക്റ്റുകളുമായി റോഡുകൾ നിർമ്മിക്കുകയാണ്. ഇപ്പോൾ സ്മാർട്ട് സിറ്റി റോഡുകൾ, പുതിയ റോഡുകളൊക്കെ ഡിസൈൻഡ് റോഡുകളാണ്. അപ്പോൾ അതിന് കൂടുതൽ സ്ഥലം വേണം. നമ്മൾ തട്ടിക്കൂട്ടി റോഡുകൾ അധികം വീതിയില്ലാതെ ഉണ്ടാക്കിയാൽ കുറച്ചു കാലം കഴിഞ്ഞാൽ വീണ്ടും അത് പ്രയാസം വരും. നമ്മൾ പല അനുഭവങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ നമ്മൾ ഇത്തരം വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ തന്നെ ഈ കുടിവെള്ള പൈപ്പ് പ്രശ്നം, ഇലക്ട്രിസിറ്റി ബോർഡ് പ്രശ്നം, ഇതിൻ്റെ ശാശ്വത പരിഹാരം എന്ത് എന്നുള്ളതാണ്. ശാശ്വത പരിഹാരം തീർച്ചയായും നല്ല ഡക്റ്റുകളുള്ള നല്ല റോഡുകൾ, നല്ല വീതിയുള്ള റോഡുകൾ എത്ര കാലം ഉപയോഗിക്കാനും ഏത് കണക്ഷനും, അത് ക്രോസ് ഡക്റ്റ് ആയിക്കോട്ടെ സൈഡ് ആയിക്കോട്ടെ, ഏത് കണക്ഷനും വാട്ടർ കണക്ഷനോ മറ്റിനൊക്കെ റോഡ് കീറാതെ ഉപയോഗിക്കാൻ പറ്റുന്ന നിലയിലേക്ക് നല്ല ഡിസൈൻ റോഡുകൾ, അത് നല്ല സ്ഥലം വേണം. ആ നിലയിൽ തന്നെ നമുക്ക് സംസാരിച്ച് ഏറ്റെടുത്ത് മുന്നോട്ട് പോകാം.